എൻ്റെ മരുമകൾക്ക് വന്നു കയറിയപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അതൊക്കെ പിന്നീട് പാരയായോ നല്ലതായോ എന്നുള്ളത് ശരണ്യയുടെ മെയിൽ വായിച്ചു തന്നെ അറിയണം. മാഡം, എൻ്റെ പേര് ശരണ്യ, യഥാർത്ഥ പേരല്ല. എനിക്ക് 45 വയസ്സുണ്ട്. എൻ്റെ മകൻ ഈ അടുത്ത കാലത്താണ് വിവാഹിതനായത്. എന്നുവെച്ചാൽ ഏകദേശം 1 വർഷം മുമ്പായിരുന്നു. 25 വയസ്സ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മകൻ കല്യാണം കഴിച്ചു. തീരെ ചെറുപ്പത്തിലാണ് ഞാൻ അവനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും. എൻ്റെ കല്യാണം കഴിഞ്ഞതും 18ാമത്തെ വയസ്സിൽ തന്നെയായിരുന്നു. വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ കല്യാണം നടത്തണമെന്ന്. കാര്യം അച്ഛനില്ലായിരുന്നു, അമ്മാവന്മാരും അമ്മയുമൊക്കെയാണ്. അതുകൊണ്ടാണ് 18 വയസ്സിലെ എൻ്റെ കല്യാണം നടന്നത്. ഭർത്താവുമായിട്ട് നല്ലൊരടുപ്പം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള വിശേഷത്തിലേക്കായി. പിന്നെ എന്ത് ചെയ്യാനാണ്, 1 വർഷം കഴിഞ്ഞപ്പോഴേ ഞാൻ പ്രസവിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത കുട്ടിയും പെട്ടെന്നുണ്ടായി. അത് പെൺകുട്ടിയാണ്. അതോടുകൂടി എല്ലാ കർട്ടനും താഴ്ത്തി എന്ന് പറയാം. 2 അടുപ്പിച്ചുണ്ടായ കുട്ടികളെയും കൊണ്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. ഭർത്താവിന് വിവാഹശേഷമാണ് സ്ഥിരം ജോലി കിട്ടിയത്. അദ്ദേഹം മറ്റു ജില്ലകളിലായിരുന്നു. എനിക്ക് കൂടെ പോയി താമസിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്തു. ഞങ്ങൾ തമ്മിൽ ശരിക്കും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരടുപ്പം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് തോന്നി. ഹസ്ബൻഡ് സ്നേഹമുള്ളവനാണ്, എല്ലാ സുഖസൗകര്യങ്ങളും ഞങ്ങൾ കൊണ്ടുതാനും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു പൊരുത്തവുമില്ല. കുട്ടികൾ വളർന്നു വന്നു. ഭർത്താവും ഞാനും തമ്മിലുള്ള അകലം വർദ്ധിച്ചു. പക്ഷേ ഞാനൊരു കംപ്ലൈൻ്റ് ആയിട്ടത് പറഞ്ഞില്ല. ഭർത്താവ് എന്നോട് പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളിൽ ചെറിയൊരു താല്പര്യമേ ഉള്ളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നിർബന്ധിക്കാൻ പോയില്ല. നിർബന്ധിക്കാൻ പറ്റിയ ഒരു നല്ല സൗഹൃദം പോലും ഞാനും ഹസ്ബൻഡും തമ്മിലുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേകതരം ബന്ധം, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ, അവൻ ഭർത്താവിനെ പോലെയല്ല. നല്ല ചൊടിയും ചുണയുമുള്ള ഒരാൺകുട്ടിയാണ്. കാണാൻ അതീവ സുന്ദരനും. എൻ്റെ ഭർത്താവിനേക്കാൾ 1000 ഇരട്ടി സൗന്ദര്യം അവനുണ്ടെന്ന് എനിക്ക് തോന്നും. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവൻ എന്നോട് വളരെ ബഹുമാനത്തോടുകൂടിയാണ് പെരുമാറുന്നത്. പക്ഷേ കുട്ടികളൊക്കെ ഇത്തിരി മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് അവൻ ഒരു കല്യാണം കഴിച്ചത്. കാണാൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. പക്ഷേ പാവമാണ്. പഠിപ്പിസ്റ്റാണ് അവൾ. അവൾക്കും സർക്കാർ ജോലിയാണ് ലക്ഷ്യം. എന്തായാലും അവന് ചേർന്ന പെണ്ണ് തന്നെയെന്ന് വിചാരിച്ചു. അവളും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. എന്നെ ഇത്തിരി ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഒരു പ്രശ്നവുമില്ല. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയൻ്റെ സ്വഭാവമാറ്റം ഞാൻ ശ്രദ്ധിച്ചു. കാര്യം നേരത്തെ അവൻ ചൊടിയും ചുണയും ഒക്കെയുള്ള ഒരാളായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, നിരാശ വന്നതുപോലെ, ഡിപ്രഷനായതുപോലെ, സൗന്ദര്യം കുറഞ്ഞതുപോലെ. എനിക്കാകെ സംശയമായി. സാധാരണ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ 2 പേരും ഒന്നും ഇനിങ്ങും. പക്ഷേ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് മടി. പക്ഷേ എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് എൻ്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങർക്ക് അതൊട്ടും ഇഷ്ടപ്പെടില്ല. ഒരു പരിഹാരവും കിട്ടില്ല, എന്നെ കുറ്റക്കാരിയുമാക്കും. എങ്കിലും ഒരു ദിവസം അനിയൻ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ച് ചോദിച്ചു, എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ തെറ്റിദ്ധരിക്കരുത്. നിൻ്റെ പേഴ്സണൽ വിഷയത്തിൽ ഞാൻ കൈയിടുകയാണെന്ന് നീ കരുതരുത്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ നീ ആകെ മൂടിയാണ്. നിൻ്റെ സന്തോഷമൊക്കെ അങ്ങ് പോയി. നീ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന ചെക്കന്മാരെ പോലെ ഓടിച്ചാടി നടന്നിരുന്നതാണ്. വിവാഹം കഴിച്ചതോടുകൂടി നിൻ്റെ എനർജിയൊക്കെ അങ്ങ് പോയല്ലോ. അതെന്താ? സാധാരണ കല്യാണം കഴിക്കുമ്പോഴേക്കും എനർജി കൂടുകയല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. നിൻ്റെ ആ ഉത്തരം എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. അവൻ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാനൊന്നും ചോദിക്കാനും പോയില്ല. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വേറെ ആരുമില്ലാത്ത സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ് വിവാഹം കഴിഞ്ഞെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നും. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് തുറന്നു പറ. ഈ വീട്ടിൽ ആർക്കും തുറന്നു പറയുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമില്ല. എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, നീയെങ്കിലും പറയൂ. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിവരം നീ കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, അനിയത്തി സുന്ദരിയാണെങ്കിലും അവൾ ഇന്ന് വരെ ഒന്നിനും സമ്മതിച്ചിട്ടില്ല. അത്യാവശ്യം ലാളനകൾക്കൊക്കെ അവൾ ഓക്കെയാണ്.
പക്ഷേ മെയിൻ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും അവൾക്ക് സമ്മതമല്ല, വേണ്ടാന്ന് പറയുകയാണ്, പേടിയാണെന്ന് പറയുകയാണ്. എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. വഴക്കുണ്ടാക്കാനും പറ്റുന്നില്ല, ആരോടും പറയാനും പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലമല്ലെന്ന് ഓർക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പല്ലേ മാഡം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി സദാചാരപരമായി ചിന്തിക്കുന്ന കാലഘട്ടമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും വല്ലാതെയായി. മോനെ, ഇതിനേക്കാൾ പ്രശ്നമായിരുന്നു എൻ്റെ ജീവിതം. സത്യം പറഞ്ഞാൽ നിന്റെ ചേട്ടനും എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും കൂട്ടാനും കുണിക്കാനും ഹരിക്കാനും അറിയാമെന്നല്ലാതെ അങ്ങേർക്ക് കണക്കുകൾ ശരിയായി സമാസമം പൂരിപ്പിക്കാൻ അറിയില്ല. അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും കാലം ജീവിച്ചു. ജീവിതം എന്ന് പറയുമ്പോഴേക്കും എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. യഥാർത്ഥത്തിലുള്ള ഒന്നുമില്ലെന്നേ ഉള്ളൂ. നിനക്കാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പോലും പറ്റുന്നില്ല. അത് വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാൻ സംസാരിക്കണമെന്ന് ചോദിച്ചു. അത് വേണ്ട ചേച്ചി, നമ്മൾ തമ്മിൽ സംസാരിച്ചത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സംശയം തോന്നിയാലോ, അത് പ്രശ്നമാകും. ഞാൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പറഞ്ഞ് പകൽ സമയത്ത് ഇത്തിരി ഒരു ശബ്ദമുണ്ടാക്കൂ. അപ്പോൾ ഞാനത് വഴി ഒന്ന് കടന്നു പോകാം. നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അതിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടതാണെന്നുള്ള രീതിയിൽ അവളോട് ഞാൻ തുടക്കമിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ശരി ചേട്ടത്തി എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 4 മണിയായി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞത് ഞാനും കേട്ടു. ഈ വിഷയമാണെന്ന് എനിക്ക് തോന്നി. ഞാനാണെങ്കിൽ അതിലൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ ബഹളം എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടുപേരും നിർത്തുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ അനിയത്തെ വിളിച്ച് ചോദിച്ചത്, എന്താടി, എന്താ പ്രശ്നം? ഇന്നലെ പറഞ്ഞതിൻ്റെ മൂലയും തലയും വാലുമൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ തമ്മിൽ ഗുരുതരമായ എന്തോ പ്രോബ്ലമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. അവൻ ഒരു വിഷാദഭാവത്തിൽ നടക്കുകയാണ്, സത്യം പറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഒന്ന് കുടഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ ചുമലിൽ തല ചായ്ച്ചു. ചേച്ചി, അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നും തുടങ്ങിയിട്ടില്ല. എന്താ പ്രശ്നം? നിനക്ക് പേടിയാണോ എന്ന് ചോദിച്ചു. അതെ ചേച്ചി, എനിക്ക് പേടിയാണ്. കല്യാണം കഴിയുമ്പോൾ എന്തായാലും ആദ്യത്തെ കുറന്നാൾ പേടി കാണും. ഇതിപ്പം 3 മാസം നിന്നെ അവനെ കണി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്താടി ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ വല്ലാതെ കരഞ്ഞു. ഞാൻ പറഞ്ഞു, യഥാർത്ഥ കാര്യം പറ. നിനക്ക് ചെറുപ്പകാലത്ത് ആണുങ്ങളിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആണുങ്ങളെ നിനക്ക് പേടിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി അതൊന്നുമല്ല. പിന്നെന്താടി, ഇത്രയും നല്ലൊരു ചെക്കനെ നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഞാൻ പിന്നെയും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, അത് പിന്നെ എനിക്ക് പേടിയാണ് എന്തിനും പ്രശ്നം സംഭവിക്കുമെന്ന്. എന്ത് പ്രശ്നം സംഭവിക്കാനാണ്? ഈ ലോകത്ത് പണ്ട് കാലം തൊട്ടേ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെയാണ് ജീവിക്കുന്നത്. അവർക്കൊന്നും ഉണ്ടാകാത്ത പ്രശ്നം നിനക്ക് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ കൈത്തണ്ടയിൽ തഴുകിക്കൊണ്ട് പറയുകയാണ്, ചേച്ചി എനിക്ക് ഇത് ശരിയാകും തോന്നുന്നില്ല. കാര്യം ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. എനിക്കാണെങ്കിൽ ആദ്യത്തെ പുള്ളിയുടെ ഓരോരോ ഇഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രകടമാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഇതൊന്നും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റും തോന്നുന്നില്ല. വല്ല അപകടവും സംഭവിക്കുമെന്നുള്ള രീതിയിൽ എനിക്ക് പേടിയാണ്. അത് കേട്ട് ഞാനും ഒന്ന് ഞെട്ടി. അവളെ കുറ്റം പറയാൻ പറ്റില്ല. ഏതൊരു പെണ്ണാണെങ്കിലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിലാണെങ്കിൽ ഒന്ന് ഞെട്ടിപ്പോകും. കാര്യം ഇതൊക്കെ എങ്ങനെയാണ് ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓർക്കുമ്പോഴേക്കും സ്ത്രീകൾക്ക് എന്തായാലും ഒരു പേടി കാണും. പക്ഷേ എൻ്റെ അത്ഭുതം വേറൊരു കാര്യത്തിലും ഉണ്ടായിരുന്നു. ഒരേ വീട്ടിൽ ഒരേ അച്ഛനും അമ്മയ്ക്കുണ്ടായ 2 സഹോദരങ്ങളും. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നുമൊട്ട് അറിയുകയുമില്ല. എന്തെങ്കിലും ശുഷ്കാന്തി ഉണ്ടോ? അതുമില്ല. ഇതിപ്പം ശുഷ്കാന്തി കൂടുതലുള്ള അനിയൻ്റെ കാര്യം പറഞ്ഞ് അവൾ എല്ലാം നിരസിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവളെന്തൊരു മണ്ടിയാണ് എന്ന് ഞാൻ ഓർത്തു. സൗന്ദര്യവും മറ്റ് ഫീച്ചറുമൊക്കെ എല്ലാം ഒത്തിണങ്ങിയ ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ് ഈ ലോകത്ത്. എനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. ഞാൻ അവളെ അച്ഛനും പുച്ഛനും ഓരോന്ന് പറഞ്ഞു. എടി, നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ? ഇതൊക്കെ സ്ത്രീയുടെ ഭാഗ്യമാണ്. ഓരോ സ്ത്രീകൾ സ്വപ്നം കാണുന്നത് മലയോളമാണ്. എടി, സൗഭാഗ്യം ആനപ്പുറത്തേറി കൊമ്പും കുഴലും വിളിച്ചു വരുമ്പോൾ അറപ്പുരവാതിൽ നീ കൊട്ടി അടയ്ക്കരുത്. അത് മലർക്ക തുറന്നിടണം ചേച്ചി. കൊമ്പനാഴ മതിച്ച് വരുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കരിമ്പിൻ തോട്ടത്തിൽ. അത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെയും അവിടെ
കരിമ്പ് തഴച്ചു വളരും. അവസാനം കരിമ്പ് നീര് കുടിക്കുമ്പോഴായിരിക്കും നിനക്ക് വളരെ സന്തോഷം തോന്നുക. അതൊക്കെ ഒരു രസമാണ്, ജീവിതയാത്രയിലെ ഒരു പ്രോസസ്സാണ്. എനിക്കും ആ സൗഭാഗ്യമില്ല. നിന്റെ ജീവിതത്തിൽ നീ അത് ഉപേക്ഷിക്കരുത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ എന്നുള്ള നിലയിൽ നീ ചെയ്യുന്ന ഒരു മണ്ടത്തരമായിരിക്കും. ഇന്ന് തൊട്ട് നീ സഹനത്തിന് തയ്യാറാകണം, നീ സഹിക്കേണ്ടവളാണ് എന്ന് പറഞ്ഞു. എന്നാലും ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇതിൽ എക്സ്ക്യൂസ് ഇല്ല. നീ ഇന്ന് മുതൽ മാറിയില്ലെങ്കിൽ ഞാനിത് എല്ലാവരോടും പറയും. നിന്റെ അച്ഛനോടും അമ്മയോടും ഇവിടെ ഉള്ളവരോടും എല്ലാവരോടും ബന്ധുക്കളോടും പറയും. നിന്റെ കുറ്റമായിരിക്കും. ആരും നിന്റെ കൂടെ കാണില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്ത് ഒരാളും കാണില്ല. അതുകൊണ്ട് ഒന്നുകിൽ നീ ഇന്ന് മുതൽ റെഡിയാകുക, അല്ലെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ പോയി കാണാം എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാത്തൊരു സംഭവമായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, അനുസരിക്കുക, കുറച്ച് മോളെ. ഒരു ദിവസം കൊണ്ട് കുളം കുഴിക്കാൻ പറ്റില്ല. കുളം കുഴിച്ച് വന്ന് തെളിനീര് കാണണമെങ്കിൽ കുറേ ദിവസം എടുക്കും. എന്തായാലും എൻ്റെ ആ ഒരു ശാസന ഫലിച്ചു. കാര്യം അന്ന് തൊട്ട് അവൾക്ക് മാറ്റമുണ്ടായി. എന്നോട് അനിയൻ തന്നെ പറഞ്ഞു, ചേച്ചി പറഞ്ഞത് ഏറ്റിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഒരു 2 മാസം കഴിഞ്ഞിട്ട് മാത്രം നീ എന്നോട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നീയും ആക്രാന്തം കാണിക്കരുത്, ധൃതി പിടിക്കരുത്. പയ്യെ തിന്നാൽ പനയും തിന്നാന്നറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി. ഞാൻ മനസ്സിൽ കൗതുകമുണ്ടെങ്കിലും അന്വേഷിക്കാൻ പോയില്ല. എല്ലാം റെഡിയാകുമ്പോൾ അവളോ അവനോ എന്നോട് പറയുമല്ലോ. പക്ഷേ എല്ലാം റെഡിയായപ്പോഴേക്കും അവൾ തൊടിയിൽ പോയി ഛർദ്ദിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. എല്ലാം ഓക്കെ ആയോ മോളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എല്ലാം ഓക്കെ ആയി ചേച്ചി, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ആയല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇതായല്ലോ, ഇനി 2ാമത്തെ കുട്ടി കുറച്ച് ഗ്യാപ്പിൽ മതി. അപ്പോഴേക്കും നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും മോളെ എല്ലാ കാര്യങ്ങളിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്നവളോട് ഞാൻ ചെവിയിൽ പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. അങ്ങനെ അവൾക്ക് നല്ല സപ്പോർട്ട് ചെയ്ത് ഞാൻ കൂട്ടുനിന്നു. ഇതിനിടയ്ക്ക് അനിയനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞ ദിവസം മുതൽ അവൾക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു. ഏകദേശം 2 ആഴ്ച കൊണ്ട് എല്ലാം ഓക്കെ ആയി ചേച്ചി. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. സാരമില്ല, അത് നല്ലതിനല്ലേ. പക്ഷേ ചേച്ചി, കാര്യങ്ങളൊക്കെ ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചല്ലോ. അവൾ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത ബോറടിയാണ്. ശ്രദ്ധിക്കേണ്ടിയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒന്നും ശ്രദ്ധിച്ചില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചു കാലം മോനൊന്ന് ക്ഷമിച്ചേ പറ്റൂ. എന്ത് ചെയ്യാനാ ചേച്ചി, ജീവിതത്തിൽ ഇങ്ങനെയോരോ കാര്യങ്ങൾ പെട്ടെന്ന് വരുന്ന ആര് കണ്ടു. ആദ്യം ഒരു പ്രശ്നം, അത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ സോൾവ് ആയപ്പോൾ വേറൊരു പ്രശ്നം. ഇത് പ്രശ്നമല്ലടാ. രസച്ചരട് പെട്ടെന്ന് മുറിഞ്ഞു പോയപ്പോൾ പട്ടം പൊട്ടിപ്പോയതുപോലെയാണ്. അതുകൊണ്ട് നിനക്ക് തോന്നാന്ന് പറഞ്ഞു. അതാ ചേച്ചി, എന്ത് ചെയ്യാനാ, കൂടി കൺഫ്യൂഷനിലാണ് എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒന്ന് നോക്കി. എൻ്റെ കണ്ണിൽ അവൻ നോക്കിയില്ല, തറയിലേക്ക് നോക്കി. പക്ഷേ ആ സമയത്ത് ഞാൻ ഓർത്തു, വെറുതെ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഇവനാണെങ്കിൽ ഓരോ കാര്യങ്ങളിൽ കംപ്ലൈൻറ്റ് പറയുന്നു. ഞാൻ പിന്നെ അവനെ നോക്കി. എന്താ ചേച്ചി നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോക്കുന്നതിൽ പല അർത്ഥങ്ങളുമുണ്ട്. ആ അർത്ഥം നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ പാത സമ്പൂർണ്ണമായി നമുക്ക് തെളിച്ചെടുക്കാവുന്ന. ചേച്ചി, അത് ശരിയാകുമോ? പിടിക്കപ്പെട്ടാൽ? സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒത്തിരി അനുകൂല സാഹചര്യങ്ങളുണ്ട്. നിന്റെ ചേട്ടൻ ഇവിടെ വല്ലപ്പോഴല്ലേ വരികയുള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാം. പിടിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇതിന് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ടേ ഓക്കെയാണ്. അനിയത്തി എന്ന് വർണ്ണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സ്വപ്നങ്ങൾ കയറിക്കൂടിയതാണെന്ന് പറഞ്ഞു. എന്തായാലും ആ സംഭാഷണമേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അവസരങ്ങളുടെ പെരുമഴയാണ്. കുട്ടികളെ ഉറക്കിയ ശേഷം ഞങ്ങൾക്ക് 2 പേർക്കും ആ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം കാണാൻ ഒത്തിരി സമയമുണ്ട്. 2-3 മണിക്കൂർ അത് ശ്രദ്ധിച്ച് ആർക്കും പ്രശ്നമുണ്ടാകാതെ ഒരിക്കലും പിടിക്കപ്പെടാതെ ഞങ്ങൾ വർഷങ്ങളോളം മുന്നോട്ട് പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ തറവാട്ട് വീട്ടിൽ നിന്ന് മാറുന്നതുവരെ സജീവമായി ഞങ്ങളുടെ സ്നേഹബന്ധം മുന്നോട്ട് പോയി. അതുമാത്രമല്ല, ഞാനും ഭർത്താവും തമ്മിൽ ഒരു മരുഭൂമിയിൽ നടന്നു പോയിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങൾ വലിയൊരു ആമസോൺ കാട്ടിൽ കൂടി ഓടുന്ന പോലെയുള്ള പച്ചപ്പായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. അത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട 2 ജോഡികളായിരുന്നു ഞങ്ങൾ. ശരിക്കും കല്യാണം കഴിക്കേണ്ടത് ഞങ്ങൾ 2 പേരുമാണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും പൊരുത്തം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. പിന്നീട് കുട്ടികളൊക്കെ വളർന്നപ്പോഴാണ് അതിൽ ഗ്യാപ്പ് ഉണ്ടായത്. എന്നാലും ആ ഗ്യാപ്പുകൾ ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.
അനിയനില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിന് 10 മാർക്ക് പോലും ഞാനിടില്ല. ഇപ്പോൾ അത് 90% മാർക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമാണ്. അപ്പോഴാണ് എൻ്റെ മോൻ്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞത്. അവൻ്റേത് പ്രേമവിവാഹമായിരുന്നു. രണ്ടുപേരും പതിഞ്ഞ സ്വഭാവക്കാരാണ്. എൻ്റെ ഭർത്താവിൻ്റെ അതേ സ്വഭാവമാണ്. പിന്നെ ജാതകമൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് കല്യാണം കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ അവന് ചെറിയ ജോലിയുമുണ്ട്. അതുകൊണ്ടാണ് കല്യാണം നടത്തിയത്. എൻ്റെ മകൻ കല്യാണം കഴിച്ചപ്പോഴാണ് ഞാൻ അവരെ കൂടുതൽ സസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങിയത്. കാര്യം പുതുമോടിയായി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കളിയും ചിരിയും തമാശയും സ്നേഹപ്രകടനങ്ങളും ഒക്കെ കാണുമല്ലോ. പക്ഷേ ഇവർ തമ്മിൽ അങ്ങനൊന്നുമില്ല. വല്ലപ്പോഴും TV കാണുമ്പോഴേക്കും അവിടെ സോഫയിൽ വന്ന് അവൻ്റെ മടിയിൽ കിടക്കുന്ന കാണാം, അല്ലെങ്കിൽ അവൻ തിരിച്ച് മടിയിൽ കിടക്കുന്ന കാണാം. ഇതിൽ കൂടുതൽ ഞാൻ ഒരു സ്നേഹപ്രകടനവും കണ്ടിട്ടില്ല. പിന്നെ മരുമോളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരഭിപ്രായമില്ല. എവിടെങ്കിലും ഇരിക്കുക, കഴിക്കുക, ഉറങ്ങുക, പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട്. എൻ്റെ മോൻ അത്രയില്ലെങ്കിലും ചക്കിക്കൊത്ത ചങ്കരൻ, ചക്കയ്ക്കൊത്തൊരു പിച്ചാത്തി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. യാതൊരു വിധത്തിലും ഒരനക്കവുമില്ലാത്ത ഒരു ജീവിതം. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ ജീവിതത്തിനേക്കാൾ ബോറാണ് അവരുടെ ജീവിതം എനിക്ക് തോന്നി. ഒരു പക്ഷേ അവർ അവരുടെ ജീവിതത്തിൽ കംഫർട്ടബിൾ ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ കുറച്ച് ഇളക്കമുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നതായിരിക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും ഇവർ എങ്ങനെയാണ് പ്രണയിച്ച 2 പേരുടെ ഒരു ഭാവം എനിക്ക് കാണാനില്ല. അങ്ങനെ 5-6 മാസം പോയി മാഡം. പ്രത്യേകിച്ച് ഒന്നുമില്ല. വഴക്കുമില്ല, വക്കാണവുമില്ല, സ്നേഹപ്രകടനവുമില്ല, ഒന്നുമില്ല. യാന്ത്രികമായി പെരുമാറുന്ന 2 ആളുകൾ. എൻ്റെ മകൻ്റെ സ്വഭാവം കുറച്ചുകൂടി ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നി. കാര്യം അവന് കംപ്ലൈൻ്റ് ഒന്നുമില്ല, സന്തോഷവാനാണ്. പക്ഷെ പണ്ടത്തിനേക്കാൾ സംസാരം കുറവാണ്. ഇതെന്ത് കൂത്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മകളും ഞാനും കൂടി നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. കാര്യം അവൾ മെഡിക്കൽ രംഗത്താണുള്ളത്. ഞാൻ അവളോട് ഈ ഡൗട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. 2നെ അമ്മ പിടിച്ചൊന്ന് കുടയുമെന്ന് പറഞ്ഞു. എൻ്റെ ചെറിയ തരികടകളൊക്കെ അവൾക്കറിയാം. കൊച്ചച്ഛനുമായിട്ട് എനിക്കെന്തോ ഡിങ്കോലാഫി ഉണ്ടെന്ന് അവളിടയ്ക്ക് പറയാറുമുണ്ട്. ഞാൻ പറയും, ഒന്ന് പൊടി, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലും എൻ്റെ മകൾക്ക് അത് മനസ്സിലായെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ അവൾ അതൊക്കെ പണ്ടേ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കാറുള്ളത്. ഒന്നും എങ്ങും വെളിപ്പെടുത്തില്ല. എന്നോട് മാത്രമേ സംസാരിക്കുള്ളൂ. എൻ്റെ രഹസ്യങ്ങളുടെ ഒരു കാവൽക്കാരിയാണ് അവളെന്ന് വേണമെങ്കിൽ പറയാം. മിണ്ടാതെ നടക്കുന്ന മരുമകളെ ഒരു ദിവസം ഞാൻ വിളിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വ്യക്തമായ ഉത്തരം കിട്ടണം, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ 2 പേരും കൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ചെന്ന് പറയുന്നു. പക്ഷേ 2 പേരും തമ്മിൽ ഒരു സ്നേഹപ്രകടനങ്ങളും ഞാൻ കാണുന്നില്ല. അത് പിന്നെ പുറത്ത് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നത് ചേട്ടന് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളെങ്ങനെ പ്രേമിച്ചത്? പുറത്ത് സ്നേഹപ്രകടനമൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൈബ് തോന്നി. അങ്ങനെയാണ് സ്നേഹിച്ചത്. ഈ വൈബിനിടയ്ക്ക് നിങ്ങൾ കാര്യമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നതും പിന്നെ ജീവിക്കുന്നതൊക്കെ വേറെ പല കാര്യങ്ങളുമുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അവന് താല്പര്യമുണ്ടോ? നല്ല സ്നേഹമുണ്ടോ? തുറന്ന് ഞാനങ്ങ് ചോദിക്കുകയാണ്. ദോശ നന്നായി ചുടാറുണ്ടോ? ദോശ ചുടുന്ന ശബ്ദമോ ദോശ ചുടുന്ന ഒരു ലക്ഷണമോ കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മരുമകളൊന്നും മിണ്ടിയില്ല. അവളെ പിടിച്ചു കുലുക്കിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്കുള്ളിലെ വൈബ്? ശരിയായി പോകുന്നുണ്ടോ? എന്നോട് തുറന്ന് പറയൂ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാണ്. എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളുടെ പെരുമാറ്റത്തിൽ. സത്യം പറഞ്ഞതാണ് നിനക്ക് നല്ലത് എന്നുള്ള രീതിയിൽ പണ്ട് അനിയത്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത പോലെ ഞാനും ഒരു വാശ് കൊടുത്തു. അപ്പോൾ മരുമകൾ പറയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചേട്ടന് ഓവറായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും ഇഷ്ടമല്ല. അതെന്നോട് വിവാഹത്തിന് മുമ്പേ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രേമിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അപ്പോൾ നിനക്ക് ഒന്നിനും താല്പര്യമില്ലേ? ആ, ചേട്ടൻ പറഞ്ഞാൽ ഓക്കെ, ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് തമ്മിൽ സത്യം പറഞ്ഞാലൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഉണ്ടും മുറങ്ങിയും ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതിയോ? ബാക്കി ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായമില്ലേ? ആ, അതിനെപ്പറ്റി ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ സന്തോഷകരമായി ജീവിച്ചു പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിനും പരിശ്രമിച്ചില്ലേ? ആ, ചേട്ടനാണെങ്കിൽ ഒന്നും പരിശ്രമിക്കുന്നില്ല. പിന്നെ ഞാനെന്തോ ചെയ്യാനാണ്? എനിക്കാണെങ്കിൽ ഇപ്പം നിർബന്ധിച്ചൊന്നും പുള്ളിയെ കൊണ്ട് പരിശ്രമിക്കാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഷെടാ, ഇത് കൊള്ളാം. പിടിച്ചതിലും വലുതാണല്ലോ അളയിൽ കിടന്നതും. എല്ലാത്തിനും ഈ വീട്ടിൽ മാനസികമായ പ്രശ്നങ്ങളാണോ? മോളെ, ഇങ്ങനൊന്നും പോയാൽ പോരാ.
കുറച്ചുകൂടി നിങ്ങൾ ജീവിതം ഉഷാറാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ ചേട്ടൻ ഓക്കെ ആകുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? തൽക്കാലം ഞങ്ങൾ തമ്മിൽ അമ്മ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ ഇത് വലിയ കാര്യമായിട്ട് എടുക്കരുത്. ഇത് ഭാര്യയുടെയും ഭർത്താവിൻ്റെ പ്രശ്നമല്ലയോ? താല്പര്യം ഉണ്ടെങ്കിൽ പോരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. താല്പര്യമില്ലെങ്കിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്ന് അമ്മ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവള് ഒരു കള്ളിയാണ്. കാര്യം ഇത്രയും നാൾ ഇവൾക്ക് നാക്കില്ലായിരുന്നു. ഇപ്പം കാര്യമായ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ നാക്ക് പുറത്തു വന്നു. അപ്പോഴേക്കും എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. കാര്യമായ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഒരു തർക്കത്തിനെ പറയുന്നു. എടി, ഭാര്യയുടെ ഭർത്താവിൻ്റെ സ്വകാര്യ വിഷയമായിരിക്കും. നിന്റെ ഭർത്താവ് എൻ്റെ മോനാണ്. മാനത്തോട്ട് നോക്കിയിരുന്ന് നക്ഷത്രം കാണാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ആകരുത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യമേ പരിഹരിച്ചു പോകണം. അല്ലാതെ ഇൻട്രസ്റ്റില്ല എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ ജീവിതമാകില്ല. ഇതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. മരുമകൾ ഉടനെ തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കി മുറിക്കകത്ത് കയറി കഥ കടച്ചു. പിന്നീട് മകൻ വന്നപ്പോഴാണ് കഥക തുറന്നത്. എന്തൊക്കെയോ പറഞ്ഞു. മകൻ എന്നോട് പോരിഞ്ഞു വന്നു. അവൻ്റെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഇടപെടണ്ടെന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇടപെടും. ഈ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ എനിക്ക് സംശയം തോന്നുന്ന കാര്യത്തിൽ ഞാൻ ഇടപെടും. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് പലപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ മറികടന്ന് വന്നവളാണ് ഞാൻ. സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മകൻ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും എന്തോ കാരണമുണ്ട് എന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും മകൻ എൻ്റെ അടുത്ത് വന്നു. അമ്മ ബഹളമുണ്ടാക്കരുത്. അവൾക്ക് ജന്മന ഗർഭപാത്രമില്ലാത്ത ഒരാളാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരിയടാ, അങ്ങനെയില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവിക്കട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരനക്കവും ആവിയില്ലാതെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ശാരീരികമായിട്ടും അവൾക്ക് ചില മാറ്റങ്ങളുണ്ട്. അമ്മ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്ന ഒരവസ്ഥയിലല്ല. അതൊക്കെ പതുക്കെ ശരിയാക്കാനേ പറ്റുകയുള്ളൂ. ഈ വിവരങ്ങളൊക്കെ ആദ്യം അവൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവളോട് സ്നേഹമായി. പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇതറിയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് ആരും സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ കല്യാണം കഴിച്ചത് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. ഞാൻ എൻ്റെ മകളോട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മകൾ പറഞ്ഞു, അപ്പോൾ പിന്നെ കുട്ടികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അമ്മേ. പക്ഷേ എന്ന് വെച്ചിട്ട് ശരീരത്തിൻ്റെ പാകപ്പിഴകളൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അവർ എന്തുകൊണ്ടാണ് അതിനൊന്നും പോകാതെ വെറുതെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അമ്മ ഉപദേശിക്കൂ. അവൾ ഇനി ലീവിന് വരാൻ കുറേ താമസമുണ്ട് മാഡം. അതുകൊണ്ടാണ് ഞാൻ മാഡത്തോട് ചോദിക്കുന്നത്, എന്തായിരിക്കണം ഇതിൽ ഇനി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ? അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും സിറ്റുവേഷൻ ഇതാണ്. ഇത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. ജന്മനാ യൂട്രസ് ഇല്ലാത്ത പല പെൺകുട്ടികളുമുണ്ട്. അത് അവർ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂട്രസ് മാത്രം മാറ്റി വെച്ചിട്ട് സക്സസ് ആയിട്ടുള്ള ചരിത്രങ്ങളൊന്നുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ഹെൽത്ത് സയൻസിൽ അത് വലിയൊരു വിപ്ലവമായനെ. പക്ഷേ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം കുട്ടികളൊന്നും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശാരീരികമായിട്ട് മറ്റ് ചില പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യഥാർത്ഥ ഒരു സ്നേഹപ്രകടനങ്ങൾ പോലും നടത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അതേപോലെ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് സർജറിക്കുള്ള ഓപ്ഷൻസ് നോക്കുക. കാര്യം ഇപ്പോൾ ആണുങ്ങളെ പോലും പെണ്ണുങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ഈ സർജറി, അതായത് ഭാര്യയും ഭർത്താവുമായിട്ട് സുഖകരമായി ജീവിക്കാനുള്ള സർജറിയും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ ഈസിയാണ്. കുറച്ച് പ്രോസസ്സുണ്ട്, പണച്ചെലവുമുണ്ട്. എന്നാലും അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ തിരികെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ എന്ന് വെച്ചിട്ട് കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ ഒരു ഹോപ്പും വേണ്ട. അതിന് മാത്രം ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും വരി പറഞ്ഞതുപോലെ കണ്ണി നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ബോധവും വരെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മകനെയും മരുമകളെയും നന്നായി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സഹോദരിയും മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകില്ലല്ലോ, കൊച്ചുമക്കൾ ഉണ്ടാകില്ലല്ലോ എന്നൊക്കെയുള്ള സെൻറ്റിമെൻറ്റ്സ് കാണുമെങ്കിലും ഇങ്ങനെ അവസ്ഥയിലുള്ളൊരു സ്ത്രീയെ എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അങ്ങേരുടെ വലിയൊരു മനസ്സായിട്ട് കരുതുക. മനുഷ്യരുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല സ്നേഹം. ഇതൊന്നുമില്ലാതെയും ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനും കഴിയാൻ പറ്റും. പക്ഷേ ഇവരുടെ കാര്യങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഡെവലപ്മെൻ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാം മെഡിക്കൽ സയൻസിലുണ്ട്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക.
കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ഇത്തരം അവസ്ഥകളുള്ള സ്ത്രീകളുണ്ട്. അവർക്കും ഭർത്താക്കന്മാരിൽ നിന്ന് സ്നേഹവും കുടുംബജീവിതവും ഒക്കെ കിട്ടാൻ അർഹതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും മനസ്സിലാക്കുന്നതിന് ഭർത്താവിനെ കിട്ടിയത് മരുമകളുടെ ഭാഗ്യം. നിങ്ങളും മകനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റുള്ളവർ അറിയാതെ തന്നെ നിങ്ങൾക്ക് മകനെ സഹായിക്കാൻ പറ്റും, മരുമകളെ സഹായിക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ഇതിനെയൊക്കെ നിങ്ങൾ ഒരു നല്ല സ്പീഡിൽ എടുക്കുന്നുണ്ടല്ലോ, അതിന് വലിയൊരു കാര്യം.